ഞായറാഴ്ചയായിട്ട് 10 മണി കഴിഞ്ഞ് ഫോണിൽ കുത്തിരിക്കുന്ന ആൾക്കാർ ഇതാ കൊതിപ്പിച്ചിട്ട് ഞാനൊന്ന് കടന്നു കളിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ആവിയിൽ വേവിച്ച ബ്രെഡും വെജിറ്റബിൾ സ്റ്റൂ. വെജിറ്റബിളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പാനിലേക്ക് ഇതുപോലെ മാറ്റുക. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. റെസിപ്പി ചോദിക്കരുത്, പറഞ്ഞു തരില്ല, കാരണം ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ തേങ്ങ ചെറുവിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര മടിയുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. തേങ്ങ വരത്തില്ല. പണ്ടേ മമ്മിയുടെ നിന്ന് ചീത്ത കേട്ടിരുന്നു. പിന്നീട് നമ്മൾ ചെറുതായിട്ട് മിക്സിയിൽ അടിച്ചിടുവാണ്. തേങ്ങാപ്പാൽ ഇതുപോലെ ആഡ് ചെയ്തിട്ട് നമ്മൾ തീയിൽ വെച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ വെച്ച് നമ്മൾ വേവിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ ഇച്ചിരി കശുവണ്ടി പരിപ്പ് ഇതുപോലെ ഒരു കുഞ്ഞ് ചാറിലിട്ടിട്ട് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ വിസിലടിച്ച് ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കാം. മോദിയുടെ ബ്രെഡാണ് എടുക്കണേ. പണ്ടേ എൻ്റെ ഉള്ളൊരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മോദിജിയുടെ കമ്പനിയാണ്. ഫസ്റ്റ് ബ്രെഡിനോട് എനിക്കൊരു പ്രത്യേക പ്രണയമാണ്. അതവിടെ ഇരിക്കട്ടെ. ഓരോ ബ്രെഡും നമുക്കിതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെക്കാം. പെട്ടെന്ന് ആവണേ കുട്ടാ കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ നല്ലപോലെ വെച്ചു, കാരണം 10 മണി ആവാറായി. ഞായറാഴ്ച ദിവസം സാപത്തായതുകൊണ്ട് പണിയെടുക്കാൻ പാടില്ല എന്ന് കർത്താവ് പണ്ട് പറഞ്ഞത് ഓർത്തുകൊണ്ട് കമന്ന് കിടന്ന് റീൽസ് കാണുന്നുണ്ട് ചക്കുനെ കാണും. സമയം ഇതാ 10 മണി എടുക്കാറായി. വിശന്നിട്ട് കുടൽ കത്തുന്നു. നമ്മുടെ കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന നമ്മൾ മുന്തിരിയൊക്കെ അതിനകത്തേക്ക് വിതറി. പിന്നെയുള്ള തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ വീണ്ടും ഒന്ന് ഗ്യാസിൽ വെച്ചു. അപ്പോൾ തന്നെ ആവി വന്ന് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ആ തിളച്ച് പറയുന്ന സ്റ്റൂന്ന് നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ആ ഗ്യാപ്പിൽ നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇനി ഒന്ന് കഴിച്ചാൽ മതി. ഇത് നോക്കിയിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കും. ഓക്കെ.